ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവത്തിന് യേശുക്രിസ്തുവിന് നമ്മളെല്ലാവരും യുണൈറ്റഡ് ആയിരിക്കണം എന്നാണ് ദൈവത്തിന് തീരുമാനം, ആഗ്രഹവും അതുതന്നെ. അതുകൊണ്ടാണ് ദൈവം നമ്മളെപ്പറ്റി പ്രാർത്ഥിച്ച് ജോണിൻ്റെ 17 പോകുമ്പോൾ ദൈവത്തിന് യേശുക്രിസ്തുവിന് പിതാവ് കൊടുത്തിരുന്ന ഗ്ലോറി അല്ലെ, അത് നമുക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിനിറ്റി അങ്ങനെ യുണൈറ്റഡ് ആയിരിക്കുന്നു, ഒന്നായിരിക്കുന്നു, അതുപോലെ തന്നെ ആയിരിക്കുന്നതിന് വേണ്ടി നമ്മൾ യേശുവിൽ വളരുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിൻ്റെ ഹിതം നമ്മളെ പറ്റിയുള്ളത്. അപ്പോൾ ക്രിസ്ത്യൻ വോക്ക് എന്ന് പറയുമ്പോൾ, ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ജീവിച്ച് ഒറ്റയ്ക്ക് യേശുവിനെ പോലെ ആയിത്തീരാം എന്നുള്ളൊരു രീതിയല്ല. അതിനെപ്പറ്റിയല്ല ദൈവം നമ്മളെപ്പറ്റി, അങ്ങനെയല്ല ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ടുഗദറായിരിക്കുക, ടുഗദറായിട്ട് വളർന്നു വരിക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവാണ് ഹെഡ്, നമ്മളെല്ലാം ബോഡിയാണ് അല്ലെ. അപ്പോൾ ഒരു ബോഡി അങ്ങോട്ട് ഒന്ന് വിചാരിച്ചു നോക്കി, ഞാനിപ്പോൾ ഒരു കൈയാണ്, യേശുവിൻ്റെ ശരീരത്തിലെ കൈയാണെങ്കിൽ ഈ കൈ തന്നെ അങ്ങനെ വളർന്നു വന്നിട്ട് ബാക്കി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വളരാതിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? എന്ത് ബോറിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ടുഗദറായിട്ട് വളർന്നു വരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാചിൻ്റെ വർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ, എതിരായിട്ട് നിൽക്കണം, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ടുഗദറായിരിക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെറിക്കോ മതിൽ അല്ലെ പൊളിക്കുന്നതിന് വേണ്ടി ദൈവം എല്ലാവരോടും പറഞ്ഞത്, ജോഷുവോട് പറഞ്ഞ എല്ലാവരെയും അല്ലെ, ഇസ്രായേൽ മക്കളില് ഫൈറ്റേഴ്സ് അല്ലെ, അവര് കൂട്ടത്തോടെയാണ് അത് വർക്ക് ചെയ്തത്. അല്ലാതെ ജോഷുവ തന്നെ പോയി അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങിയാൽ മതിയായിരുന്നെങ്കിൽ, ഇങ്ങനെ അതുകൊണ്ട് ജോഷുവ മാത്രം കറങ്ങിയാൽ ജെറിക്കോ താഴെ വീഴുമായിരുന്നെങ്കിൽ ജോഷുവിനെ കൊണ്ട് മാത്രം ദൈവം ജയിപ്പിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയല്ല ദൈവം ജയിപ്പിച്ചത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ച ശേഷം മുമ്പോട്ട് പോകും. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ പോലെ ദൈവമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ നന്മ പോലത്തെ ഒരു നന്മയുമില്ല കർത്താവേ. ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അങ്ങയുടെ വചനം തന്നതിനായിട്ട് കർത്താവ്, ഞങ്ങളെ അങ്ങനെ പോലെ ആക്കി തീർക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ്, യേശുവിനെ റിവീൽ ചെയ്ത് തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ പിതാവ്. അങ്ങേക്കായിട്ട് അങ്ങനെ മകനായിട്ട് അങ്ങയുടെ ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിലെ ആമേൻ. താങ്ക് യു ജീസസ്. നമുക്കിന്ന് കൊളോസ്യർക്ക് ഇതിലേക്കത്ത് ഇന്ന് വായിക്കാം. 2-ാമത്തെ അധ്യായത്തിൽ നിന്ന് 1 തൊട്ട് 4 വരെയുള്ള വാക്കുകൾ. കൊളോസ്യന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ടു ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നു വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. അപ്പൊ വശീകരണ വാക്കുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ചതിക്കാൻ ഒരുപാട് ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാരെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് ചുരുക്കം. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പിതാവായിട്ടുള്ള ദൈവം യേശു ക്രിസ്തു നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു പാരബിൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒരു വിതയ്ക്കാൻ പോയ വ്യക്തിന്റെ കാര്യം പറഞ്ഞിട്ട്, വിതച്ച് അദ്ദേഹം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പിശാച്, എനിമിയല്ല, അവൻ വന്നിട്ട് അതിൻ്റെ അകത്ത് കളകൾ വിതയ്ക്കുന്ന അല്ലെ, ഫീൽഡിൽ കളകൾ വിതയ്ക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിന്റെ സന്തതികളുണ്ട് ചർച്ചിന്റെ അകത്ത്, ദൈവത്തിന്റെ മക്കളുണ്ടെന്ന് ചുരുക്കമില്ല. അപ്പൊ നമ്മള് ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ, പോള് തന്നെ, അപ്പോസ്റ്റൽ പോള്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയട്ടെ, കൊളോഷ്യൻ ചർച്ച് സ്ഥാപിച്ചിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡ് സ്ഥാപിച്ചിരിക്കുന്ന പോള് വഴിയല്ല. ലവോദിക്കൻ ചർച്ച്, അങ്ങനെ കുറച്ച് ചർച്ചുകൾ പോള് വഴിയല്ല സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെ പോളിനെയാണ് ദൈവം യൂസ് ചെയ്തത്. ഏഷ്യ മൈനറിലും റോമൻ എംപയറിലും ഒക്കെ ദൈവത്തിന്റെ വചനം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി പോളിനെയും ബർണ്ണബാസിനെയും കൊണ്ടാണ് ആദ്യം പെടുന്നത്. പിന്നെ അതിനുശേഷം പോളും സൈലസും ആകുന്നു, പിന്നെ ബർണ്ണബാസും മാർക്കും ഒക്കെ പോകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ എന്നാലും മെയിനായിട്ട് പറയുവാണെങ്കിൽ പോളിനെയാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. പോളാണ് എല്ലാവരുടെയും സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത്.
ആ സ്പിരിച്വൽ ഫാദറിനോട് കൊളോഷ്യൻ ചർച്ച് സ്ഥാപിച്ചിരിക്കുന്ന എപ്പഫ്രേസ് എന്താ പറയുക, പാസ്റ്റർ പോളിനെ കോണ്ടാക്ട് ചെയ്യുന്നു അല്ലെ. പോള് ഒരു ലെറ്റർ തിരിച്ചയക്കുന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോഷ്യൻ ചർച്ചിലും പ്രശ്നം നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹെരസി, പാഷാണ്ടർ അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ട് ടീച്ചിങ് നടന്നുകൊണ്ടിരിക്കുക. ചർച്ചിന്റെ അകത്ത് റോങ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗലാത്യർ ലേഖനത്തിൽ പോൾ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് പേര് ചർച്ചകളിലേക്ക് നുഴഞ്ഞു കയറുക ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാകുമ്പോ നമ്മള് ഒത്തിരി എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ വെറുതെ ആരാണ് റോങ് ആയിട്ടുള്ള ടീച്ചിങ് പഠിപ്പിക്കുന്നത് നോക്കിയിരുന്ന അത് അതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയൊക്കെ നമുക്ക് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാൻ നമുക്ക് സമയമില്ല അല്ലെ. നമ്മൾക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് ചെയ്താൽ മതി. നമ്മളിപ്പോ ഫേക്ക് കറൻസി ഏതാന്ന് കണ്ടെത്തി അതിന്റെ സോഴ്സ് കണ്ടെത്താൻ പോകാതെ നമ്മള് ഇപ്പൊ കറൻസിന്റെ ലോകത്തിലെ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾക്ക് റിയൽ ആയിട്ട് കറൻസിയെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള അറിവുണ്ട്. ഇപ്പൊ ഇന്ത്യൻ റുപ്പീനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി അല്ലെ, അതിന്റെ ആ നോട്ടിന്റെ എല്ലാ കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ, അതിനെപ്പറ്റി നല്ല അറിവുള്ളവരാണെങ്കിൽ റോങ് ആയിട്ടുള്ള കറൻസി വരുമ്പോ, കള്ള നോട്ട് വരുമ്പോ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ല ഇത് 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 ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാ. നമ്മൾ യേശുവിനെ പറ്റി അറിയുമ്പോ യേശുവിനെ പോലെ ആയിത്തീരുമ്പോ റോങ് ആയിട്ട് വരുന്ന ആൾക്കാര് ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം, ഇവര് കറക്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് അല്ല ടീച്ച് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പോൾ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാ, രണ്ടാമത്തെ വാക്ക് പറയാ, അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തുണ്ട് അല്ലെ. നമ്മൾക്ക് ദൈവത്തെ അറിയുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ സമ്പത്ത്, നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ അല്ലെ, നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടേണ്ട ആൾക്കാരല്ല. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കണ്ടു കാണാത്ത ചെവി കേൾക്കാത്ത കൊണ്ട കാര്യങ്ങൾ ദൈവം സൂക്ഷിച്ചു വെക്കുന്നു. ഈ ലോകത്തിലായിരിക്കും തന്നെ നമ്മൾക്ക് യേശുള്ള ഒരു പൊസിഷൻ, യേശുവിലുള്ള വിക്ടറിയും അതിനെപ്പറ്റിയല്ല കാര്യങ്ങൾ അല്ലെ. ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തന്നിരിക്കുന്നത്, നമ്മളൊരു പുതിയ ക്രിയേഷൻ ആണെന്നും ആ പുതിയ ക്രിയേഷൻ എന്നുള്ളത് എന്താണെന്നും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. എഫേസ്യർക്ക് ലേഖനത്തിലെ 2-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇരിക്കുന്നത് യേശുവിന്റെ ഒപ്പം സ്വർഗത്തിന്റെ റിലംസിലാണ് ഇരിക്കുന്നത്. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഇരിക്കുന്നല്ല പറഞ്ഞത്, നമ്മുടെ സ്പിരിറ്റ് അവിടെയാണ്, യേശുവിന്റെ ഒപ്പമാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു പുതിയൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ അതിനെപ്പറ്റി അറിയത്തില്ലാതെ, നമ്മളുടെ പുതിയ ക്രിയേഷൻ ആണെന്ന് അറിയത്തില്ലാതെ, പുതിയ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെപ്പാട് ചർച്ചിൽ പോകും, സൺഡേയിൽ വർഷിപ്പ് ചെയ്യും മാത്രമാണ് അതാണ് പുതിയ ക്രിയേഷൻ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്. പക്ഷെ ഇവിടെ ദൈവം പറയും, നമുക്ക് വിവേകപൂർണതയുടെ സമ്പത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, ദൈവമർമ്മം എന്ന് പറയുമ്പോൾ താഴേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുക, യേശുക്രിസ്തു അല്ലെ, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചു ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുമെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ ക്രിസ്തു എന്ന മർമ്മത്തിന്റെ ആ പരിജ്ഞാനം വിവേകപൂർണതയുടെ സമ്പത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏകീഭവിച്ചവരായിരിക്കണം, നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം. നമ്മുടെ ഹൃദയങ്ങള് എന്താ പറയാ, ആശ്വാസം ലഭിച്ചിട്ട് നമ്മൾ ഹൃദയങ്ങൾ എൻകറേജ്ഡ് ആയിട്ടല്ലേ, ബർണ്ണബാസ് പോളിനൊക്കെ എൻകറേജ് ചെയ്ത് നിർത്തിയിരുന്ന പോലെ നമ്മളിങ്ങനെ എൻകറേജ്ഡ് ആയിട്ട് നിൽക്കുന്നവരുടെ ആയിരിക്കണം. നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം, നമ്മൾ ഏകീഭവിച്ചിരിക്കുന്നവരായിരിക്കണം, നമ്മൾ ഒരുമിച്ചായിരിക്കണം. ചർച്ച് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ചർച്ച് അല്ലെ, ലോക്കൽ ചർച്ച് തന്നെ, ഗ്ലോബൽ ചർച്ച് കംപ്ലീറ്റ്ലി യുണൈറ്റഡ് ആയിരിക്കണം. ഇപ്പൊ എഫേസ്യർ ലേഖനത്തില് 4-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അത് തന്നെ പറഞ്ഞിരിക്കുന്ന 11 തൊട്ട് 16 വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റൂ. പാസ്റ്റർമാരെയും ടീച്ചർമാരെയും അപ്പോസ്റ്റൽമാരെയും പ്രോഫറ്റുമാരെയും എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ദൈവത്തിന്റെ വർക്കിനായിട്ട് വളർന്നതിന് വേണ്ടി, പിന്നെ നമ്മുടെ വിശ്വാസത്തിലും യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരുന്നതിന് വേണ്ടി, യേശുവിനെ പോലെ ആയിട്ട് മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളർന്നു വരുന്നതിന് വേണ്ടി. അങ്ങനെയാകുമ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു കാറ്റിലും കോളിലും എന്താ പറയാ പെട്ടുപോകുന്ന, ചായുന്ന, ആരാലും ചതിക്കപ്പെട്ടു പോകുന്ന ആൾക്കാരാകത്തില്ല. അപ്പൊ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മള് ദൈവത്തിൽ വളരുന്നവരായിരിക്കണം. വളരുന്നതിന് വേണ്ടി അല്ലെ, ഒന്നാമത് വളരുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ദൈവത്തെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ബൈബിള് ജനസിസ് തൊട്ട് റെവലേഷൻ വരെ വായിച്ചു തീർക്കുന്ന വ്യക്തികളായിരിക്കും എന്നുള്ളതല്ല. ബൈബിൾ വാക്കുകൾ കാണപ്പാടം വായിച്ചു തീർക്കുന്ന വ്യക്തികളായിരിക്കും എന്നുള്ളതല്ല. കാണപ്പാടം അറിയാവുന്ന വ്യക്തികളായിരിക്കും എന്നുള്ളതല്ല. അതെല്ലാം വേണം.
അതെല്ലാം പാട്ടാണ്. ദൈവത്തിലുള്ള വളർച്ചയുടെ പാട്ടുകൾ മാത്രമാണ് അല്ലെ. നമ്മൾ വചനം പഠിക്കുക എന്നുള്ള വചനം നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. വചനം പഠിക്കുന്ന ആൾക്കാരായിരിക്കണം. വചനം നമുക്ക് അറിയണം. നമുക്ക് വചനം അറിയത്തില്ലെങ്കിൽ പിശാചിനെതിരായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല അല്ലെ. എന്താ പറയാ, വചനം വാളാണല്ലോ. അപ്പൊ വചനം നമുക്ക് അറിഞ്ഞിരിക്കണം. പക്ഷെ അത് ദൈവത്തിലുള്ള വളർച്ചയുടെ പാട്ടാണ്. ദൈവത്തിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ എത്രമാത്രം യേശുവിനെ പോലെ നമ്മളായിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള വളർച്ച അല്ലെ. ഓരോ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എത്രമാത്രം യേശു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ട്, എത്രമാത്രം യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അല്ലെ. വചനം പഠിക്കുക എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞല്ലോ, വചനം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ വചനത്തിനനുസരിച്ച് ജീവിക്കുക, വചനത്തിനനുസരിച്ച് വളരുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അല്ല വെറുതെ സൺഡേ സ്കൂളിലൊക്കെ പോയിരുന്ന് പഠിച്ച് വചനം പഠിച്ച് അല്ലെങ്കിൽ ചർച്ചിലൊക്കെ വചനം പഠിച്ചിട്ട് പക്ഷെ ജീവിതം വേറെ രീതിയിലുള്ളതാണെങ്കിൽ ആ വചനത്തിന്റെ പ്യൂരിറ്റി ഒന്നും അല്ലെ ഹോളിനെസ് ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ വെറുതെ വചനം കാണാപാഠം പഠിക്കുക എന്നുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ്, ജീവിതത്തിലേക്ക് എടുക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അല്ലെ. അതല്ല മലയാളമാക്കുക. അപ്പൊ അങ്ങനെയാക്കുക, അങ്ങനെയുള്ളവരായിരിക്കും. അതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാകുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ. അപ്പൊ അങ്ങനെ അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വളർച്ച. അപ്പൊ ഈ വളർച്ചയിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാ, എന്താ പറയുക, നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് വളർന്നു പോകാൻ പറ്റുന്ന കാര്യമില്ല. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ ചർച്ചിലൊരു കൂട്ടായ്മയിൽ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കാനും പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ വളർന്നു വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാന്ന് ഓർത്തു, ഒറ്റയ്ക്ക് നമ്മൾ യൂട്യൂബ് കണ്ട ഒരു വളർന്നു വരുന്ന ഒരു യേശുവിലായിരിക്കുന്ന ഒരു വ്യക്തി അത് വിചാരിച്ച് നമ്മൾ ചർച്ചിലൊന്നും കൂടെ പോകുന്നൊന്നുമില്ല, ആരും ദ്രോഹപരമായിട്ട് ഇങ്ങോട്ട് ചെയ്യുന്നില്ല, നമ്മൾ അങ്ങോട്ട് ആരോടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പൊ അവിടെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി, ദൈവം എത്രമാത്രം നമ്മളോട് പുറത്തു തന്നിരിക്കുന്നതിനെ പറ്റി അറിയാൻ ഒരു സാഹചര്യം നമുക്കില്ല അല്ലെ. അപ്പൊ ചർച്ചിലായിരിക്കുമ്പോൾ ചർച്ചിലുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് എതിരായിട്ട് പാര പണിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നവരുണ്ടല്ലോ, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, ഇല്ലെന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ളവരോട് ക്ഷമിക്കാനും അവരോട് കരുണയോട് പെരുമാറാനും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ കരുണയെപ്പറ്റി നമ്മളോട് ദൈവം എത്രമാത്രം കരുണയുള്ളവരും നമ്മളോട് എത്രമാത്രം ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിൽ നമ്മൾ വളർന്നു വരാനുള്ള സാഹചര്യമാണ് നമുക്കുള്ളത്. അത് ദൈവത്തിൽ വളരും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് ഇരിക്കാനും നമ്മൾ മറ്റുള്ളവരോട് മോശപ്പെട്ട രീതിയിൽ അവരുടെ ജീവിതത്തിൽ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു ഗ്രേസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു ഒരു കാര്യം നടക്കത്തില്ല. അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞേക്കും, നമ്മൾ ടുഗദർ ആയിരിക്കണം. ദൈവം എന്ന പരിജ്ഞാനത്തിലുള്ള ഐക്യതയും ദൈവത്തിന്റെ പരിജ്ഞാനവും അല്ലെ, ദൈവത്തിന്റെ യേശുവിനെ പറ്റിയുള്ള നോളജ് യേശുവിനെ പോലെ ആയിത്തീരണം, നമ്മൾ ടുഗദർ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊളോസ്യർക്കെതിരെ 2 പറയാം, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാവർത്തിക്കത്തക്കവണ്ണം അല്ലെ. നമുക്ക് വിവേകപൂർണ്ണയുടെ സമ്പത്ത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ടുഗദർ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അപ്പോ താഴേക്ക് വരുമ്പോൾ 4ാമത്തെ വാക്ക് ദൈവം പറയുക, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമ്മൾ ഒരുമിച്ചാണെങ്കിൽ അല്ലെ, നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് പരസ്പരം ദൈവത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് വളരുന്നതിന് വേണ്ടി അല്ലെ, മറ്റൊരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ കൂടെ നിന്നുകൊണ്ട് അവരെ ആ കഷ്ടപ്പാടിൽ നിന്നും പൊക്കിക്കൊണ്ട് വന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പരസ്പരം ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലെ, സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അല്ലെ, ചർച്ചില് ഒരു കുടുംബം പോലെ നമ്മളൊക്കെ ജീവിച്ചു വരുമ്പോൾ, നമ്മൾ ദൈവത്തിൽ വളർന്നു വരുമ്പോൾ അല്ലെ, നമുക്ക് ഇങ്ങനെ എതിരായിട്ട് പിശാച് ചെയ്യുന്ന ഒരു തന്ത്രത്തിൽ നമ്മൾ വീണു പോകത്തില്ല. നമ്മളിപ്പോ ചർച്ചിൽ ഡിവിഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. കൊരിന്ത്യൻ ചർച്ചിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടര് അപ്പോളോസിന്റെ കൂടെ, ഒരു കൂട്ടര് പോളിന്റെ കൂടെ, ഒരു കൂട്ടര് പീറ്ററിന്റെ കൂടെ, അവിടെ ആകപ്പാടെ പ്രശ്നങ്ങളാണ് അല്ലെ. കൊരിന്ത്യൻ ചർച്ച ഏറ്റവും അധികം സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്ന ചർച്ച അല്ലെ, ഏറ്റവും അധികം സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്ന ചർച്ച. പക്ഷെ അതിനകത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാര് അവരുടെ അച്ഛന്റെ 2ാം ഭാര്യന്റെ ഒപ്പം ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അല്ലെ, പലതരത്തിലുള്ള പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും
പരസ്പരം കേസ് കൊടുക്കുന്ന ആൾക്കാർ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ കൂടെ കടന്നു പോകും. അത് വേണോന്ന് ദൈവം ചോദിക്കുന്നു. അതല്ല, അങ്ങനെ ആ ചർച്ച് വളരത്തില്ല. ഓക്കെ, നമുക്ക് സ്പിരിച്വൽ ഗിഫ്റ്റിലൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് അവിടെ കാര്യം തീർന്നു അല്ലെ. അതല്ലാതെ ഒന്നുമില്ല. ദൈവം അവസാനം ഒരു ചോദ്യം ചോദിക്കും, നീ ആരാന്ന് ചോദിക്കും. എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ പറയേണ്ടി വരും, ദൈവമേ അങ്ങയുടെ പേരിലാണല്ലോ ഞാൻ പിശാചിനെ ഓടിച്ച്, ഞാൻ ഡീമൺസിനെ കാസ്റ്റ് ഔട്ട് ചെയ്യും, ഞാൻ പ്രൊഫസി ചെയ്യുകയൊക്കെ ചെയ്തല്ലെന്നും പറയുമ്പോൾ ദൈവം പറയാം, എനിക്കൊന്നും അറിയത്തില്ല നിന്നെന്ന് പറയുന്നൊരു അവസ്ഥയാണ്. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക, ഇതുപോലെ ഉള്ള ഇവിടുത്തെ കൊളോഷ്യൻ ചർച്ചിലെ പോലത്തെ ഒക്കെ ഹെരസിയിലൊക്കെ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ, ദൈവത്തിൽ വളരണമെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എൻകറേജ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. നമ്മൾ ആശ്വസിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും. നമ്മൾ കൂടെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. യേശുക്രിസ്തുവിൽ വളരുന്ന വ്യക്തികളായിരിക്കും. ദൈവത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും നമുക്ക് വേണം. യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ, അവന്റെ നമ്മളുടെ സ്നേഹത്തെ പറ്റി, നമ്മളോട് പുറത്തു തന്നതിന്റെ ഫോർഗീവ്നെസ് എന്നതൊക്കെ നമുക്ക് അറിയണേ, കാര്യങ്ങളൊക്കെ അറിയണേ, ദൈവത്തിന്റെ കരുണ അതൊക്കെ അറിയണം. നമ്മൾ ഒരുമിച്ചായിരിക്കണം. ഒരുമിച്ച് നമ്മൾ വളർന്നു വന്നേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ യുണൈറ്റഡ് ആയിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ബില്ലാണ് നമ്മളെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ യോഹന്നാൻ തന്നെ 2 പ്രാവശ്യം ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒന്നാം 17ാമത്തെ ചാപ്റ്റർ ദൈവം യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് ഒരു പ്രാർത്ഥന, എല്ലാവരെയും മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അതിൻ്റെ അകത്ത് നമുക്ക് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവര് നമ്മൾ ദൈവത്തിലുള്ളവര് യേശുവിനെ പോലെ, ട്രിനിറ്റി പോലെ അല്ലെ, യുണൈറ്റഡ് ആയിരിക്കുന്നതിനോട് യേശു തന്റെ എന്താ പറയാ മഹിമ തന്നെ, ഗ്ലോറി തന്നെ നമുക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുകയാണ് അല്ലെ. പിന്നെ 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, യോഹന്നാന്റെ 13ലേക്ക് പോകുമ്പോൾ 34ാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പുതിയ കമാൻഡ്മെന്റ് തരുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് പരസ്പരം സ്നേഹിക്കണം. എങ്ങനെ? വെറുതെ പരസ്പരം സ്നേഹിക്കില്ല, യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്ന പോലെ സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പം പഴയ കമാൻഡ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തെ സ്നേഹിക്കണം അല്ലെ. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ നെയ്ബേഴ്സിന് എന്താ പറയാ, നമ്മളെ തന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ദൈവം അത് യേശുക്രിസ്തു ഒരിക്കൽ പോലും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പിതാവ് കൊടുത്തിരിക്കുന്ന ഒരു വചനത്തെ പോലും വേണ്ടെന്ന് വെക്കാൻ വേണ്ടി വന്നതല്ല, എല്ലാത്തിനും നിവർത്തിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ അതിന്റെ കൂടെ, ആ കമാൻഡ്മെന്റിന്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് കമാൻഡ്മെന്റ് പറയുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അൺകണ്ടീഷണൽ ആയിട്ട്, ഒരു സെൽഫിഷ്നെസ് ഇല്ലാത്ത, സെൽഫ്ലെസ് ആയിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിലേ അടിയും ബഹളം ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അടിയും ബഹളം ഇല്ലാതെ നമ്മൾ ദൈവത്തിലായിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പിശാചിനെ റെസിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവന്റെ വർക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചർച്ചയിലും നടക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടിയും ബഹളാണെങ്കിൽ അവിടെ ഓൾറെഡി പിശാചിന്റെ വർക്ക് നടന്നു കഴിഞ്ഞു അല്ലെ. പിശാചിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നമ്മൾ ടുഗദർ ആയിരിക്കണം. നമ്മൾ നിറ്റഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ നമ്മൾ യുണൈറ്റഡ് ആയിരിക്കണം അല്ലെ, ഏകീഭവിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഒരുമിച്ചായിരിക്കുക എന്നുള്ളതിന് അല്ലെ. ചർച്ചിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണേ, നമ്മള് ടുഗദർ ആയിരിക്കുന്നത്, എല്ലാ പാർട്ടും ഒരുപോലെ ഗ്രോ ചെയ്തു വരണം. വിശ്വാസത്തിലും യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിലും. അതിനുവേണ്ടിയാണ് ഇവൻ പാസ്റ്റർമാരെയും അപ്പോസ്റ്റർമാരെയും ഒക്കെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് വിശ്വാസത്തിലും ദൈവത്തിലുള്ള ജ്ഞാനത്തിലും വളർന്നു വരുന്ന വ്യക്തികളായിരിക്കണം. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചു സമയത്ത് നന്ദി പറയുന്നത്, പിതാവേ നന്ദി പിതാവ്, വർഷിപ്പ് ഹോളി നെയിം ആയിട്ട് പാതുക്കാൻ ഞങ്ങള് അങ്ങയില് യുണൈറ്റഡ് ആയിരിക്കട്ടെ കർത്താവെ, അങ്ങനെ വളർന്നു വരുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ ഗാഡ്. കർത്താവ്, എന്നെ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അടിയും ബഹളമൊന്നും ഇല്ലാതെ കർത്താവ് ഞങ്ങള് അങ്ങേരെ ഒരുമനപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ചർച്ചകളിലെല്ലാം സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. യേശു നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട നന്ദി ദൈവത്തെ മാത്രം.